ഹലോ കൂട്ടരെ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെ എല്ലാ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. സാധാരണ ഞാൻ അങ്ങനെ കാണിക്കാറില്ലല്ലോ, കുറച്ച് ടൈം മാത്രമേ കാണിക്കാറുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ചായ ഉണ്ടാക്കി, പിന്നെ അത് കഴിഞ്ഞ് അരിപ്പൊടി കലക്കിയിട്ടില്ല അപ്പം ചൂടാണ്. അപ്പോൾ ഞാൻ അപ്പമൊക്കെ ചുട്ടെടുക്കുകയാണ്. അപ്പത്തേക്ക് കറിയായിട്ട് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കുക്കറിൽ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റിനീൻ്റെ അംഗനവാടിയിൽ നിന്ന് പോഷക ആഹാരത്തിൻ്റെ ഒരു ഇത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു റെസിപ്പി ഉണ്ടാക്കി കൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രോട്ടീൻ ലഡുവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ നമ്മൾ അവിലും നട്ട്സൊക്കെ വെച്ചിട്ട് ആണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവലൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അവൽ വറുത്തെടുത്തിട്ട് പിന്നെ നമ്മൾ കടലയും വറുത്തെടുക്കുന്നുണ്ട്. നിലക്കടല തൊലിയൊക്കെ കളഞ്ഞിട്ട് വറുത്ത് വെക്കുകയാണ്. പിന്നെ അവിടെ കുറച്ച് വാൾനട്ടും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതിലിടാമെന്ന് വിചാരിച്ചു. വെറുതെ ഇവിടെ ആരും കഴിക്കില്ല, അതിനൊരു എണ്ണൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആർക്കും ഇഷ്ടം കഴിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ എല്ലാ അവലും നട്ട്സൊക്കെ പൊടിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ശർക്കര ഉരുക്കിയതും കൂടി ഒഴിച്ച് ആണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഉരുട്ടിയെടുക്കാണ്ട് ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണ്. ലഡു ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാതും ബോൾസാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ റിക്കുൻ്റെ യൂണിഫോം അയൺ ചെയ്യാൻ വേണ്ടി നിന്നു. യൂണിഫോം അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് റിക്കും മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് ചായ ഒക്കെ കുടിച്ച് അവനോട് ഫ്രഷ് ആവാൻ പറഞ്ഞ് പിന്നെ ഞാൻ യൂണിഫോമൊക്കെ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ റിക്ക് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് മാറ്റി ഇറങ്ങിയപ്പോൾ അവൻ്റെ രണ്ടാളെയും സ്നേഹപ്രകടനങ്ങളാണ് കാണുന്നത്. എപ്പോഴെങ്കിലേ അത് കാണാൻ പറ്റുള്ളൂ. മിക്കവാറും ടൈമിൽ രണ്ടാളും അടിയായിരിക്കും. പിന്നെ റിന്നീനെയും കൂടെ ഫ്രഷ് ആക്കിയിട്ട് ഓളെയും മാറ്റി കൊടുക്കുകയാണ്. മുടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ് അംഗനവാടിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ. റിന്നീൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ അംഗനവാടിയിൽ പോവാണ്. അംഗനവാടിയിൽ നിന്ന് വന്നിട്ട് ഞാൻ വെയിലത്ത് ഡ്രസ്സ് ഉണക്കാനിടാമെന്ന് വിചാരിച്ചു. ഇന്ന് ചായയുടെയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴേ നല്ല വെയിലിടായിരുന്നു കേട്ടോ. വേഗം ഡ്രസ്സൊക്കെ അതിലിട്ടിട്ട് വന്ന് നമുക്ക് ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ചോറൊക്കെ ഞാൻ കുക്കറിൽ ഒരു വിസിലടിച്ച ശേഷം പിന്നെ ഉണ്ടാക്കുന്നത് ഒരു പരിപ്പ് കറിയാണ് കേട്ടോ. കുമ്പളങ്ങ ഉണ്ടെങ്കിൽ അതും കൂടെ ഇടാതിൽ നമ്മുടെ തേങ്ങ ഒന്നും അരക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ പരിപ്പും തക്കാളി മുറിച്ചതും 2 പച്ചമുളക് കീറിയതും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ അതൊന്ന് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുക്കുക. അത്ര ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ള കറിയാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. നമ്മൾ കുറച്ച് ആളൊക്കെ ഉള്ള ടൈമിലൊക്കെ ഉണ്ടാക്കാൻ ഉഷാറാണ്. കറി റെഡി ആയപ്പോൾ പിന്നെ ഞാൻ മീൻ മസാല ആക്കി വെച്ചതുണ്ടായിരുന്നു, അതൊന്ന് പൊരിച്ചെടുത്തു. പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് ഫ്രഷ് ആവലും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് വൈകുന്നേരമാണ്, വീഡിയോസ് എടുക്കുന്നത് വൈകുന്നേരമാണ്. നമ്മൾ കുട്ടികൾ രണ്ടാളും വന്നപ്പോഴേക്കും ഞാൻ പഴംപൊരിയൊക്കെ ചുട്ട് വെച്ചു. പഴം ഉണ്ടായിരുന്നു ഇവിടെ.
പിന്നെ പഴംപൊരിയും ചായയൊക്കെ കുടിച്ചു ഒരു രണ്ടാളും വന്നപ്പോൾ. പിന്നെ രാത്രിയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് റിക്വർ JRCയിൽ ഉണ്ടായിരുന്നത്. അവനക്ക് അതിൻ്റെ യൂണിഫോം എടുക്കാൻ വേണ്ടി കേക്കാട്ടിൽ വന്നതാണ്. റെഡിമെയ്ഡ് യൂണിഫോം എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതങ്ങനെ വൈറ്റ് എല്ലായിടത്തൊന്നും ഇല്ല. അപ്പോൾ 3-4 കടയിൽ കയറിയിട്ടാണ് നമുക്ക് യൂണിഫോം കിട്ടിയത്. ലാസ്റ്റ് ഒരു കടയിൽ നിന്ന് നമുക്ക് യൂണിഫോമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പം നമ്മുടെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.